മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ஆமாப்பா, நான் சொல்றேன்ப்பா. ஆமா, ஒன்றும் இல்லை. சரிப்பா. என்ன பாரு, ஏதோ யோசிக்கிற மாதிரி தெரியுதே. ஒன்றும் இல்லையா? எனக்கு ஏதோ யோசிக்கிற மாதிரி தெரிஞ்சதே. ஒன்றும் இல்லை. அப்போ சரி. என்ன? ഫോൺ തരുമോ? എതുക്ക് ഉനക്ക് ഫോണ്? ആന്റി എനിക്ക് തരൂല്ലേ? ആന്റിക്ക് ഇപ്പൊ എന്റെ അടുത്ത് സ്നേഹം ഇല്ലല്ലോ. തരേ. എതുക്ക് ഉനക്ക് ഫോണ്? അത് முதல்ல சொல்லு. ഗെയിം കളിക്കാനാ. கேம் ஆடுறதுக்கா? அப்படின்னா கொஞ்ச நேரம் தரேன். ஆனா யார்கிட்டையும் சொல்லக்கூடாது. ആന്റി சொல்லരുത്. நான் சொல்ல மாட்டேன். அவங்க எல்லாம் தெரிஞ்சுனா என்ன நல்லா திட்டுவாங்க. நீயும் சொல்லக்கூடாது. அப்படின்னா கொஞ்ச நேரம். ஓகே? லாக் எடுத்து விட்டுருக்கேன். ஓகே. ഹലോ ഹലോ, എടുത്തില്ലേ? എന്താ എടുക്കാത്ത? ചിക്ക് റെയിലേ കലക്കത്ത് പാറത് സ്റ്റൈലേ സുകുമാർ മയില ഇവ ഓക്കേ അടിത്തൂലേ. എന്തിനാണ് പാറു ഇരിക്കണേ? വയ്യാട്ടാ. നീ വല്ലാത്തൊരു ഇരിപ്പ്. എന്തെന്ന്? വയ്യ. വയ്യേ? അമ്മൂമ്മ എന്തിനാ അമ്മമ്മ വിളിക്കുന്ന? പിന്നെ കൊച്ചിന് വയ്യെന്ന് പറഞ്ഞ അമ്മൂമ്മ വിളിക്കണ്ടേ? അമ്മൂമ്മ അമ്മൂമ്മ ഒന്ന് ഓടി വരുന്നുണ്ടോ? കുഴപ്പമില്ല. എന്തൊരു കുഴപ്പമില്ലെന്ന്? என்னடா எதுக்குடா கத்துற? എന്താ അമ്മൂമ്മയെ വിളിച്ചപ്പോ അമ്മൂമ്മയുടെ എക്കോ വന്നാ? എന്താടാ? കൊച്ചിന് വയ്യെന്ന്. വയ്യേ? അവക്കെന്താ പറ്റിയേ? ഒന്നുമില്ല. என்னாச்சு பாரு உனக்கு? காய்ச்சலா? കാച്ചിലും കപ്പയൊന്നുമില്ല, കൊച്ചിന് വയ്യെന്ന്. കാച്ചൽനാ ഫീവർഡാ. അങ്ങനെ മലയാളത്തിൽ പറ. പനിയാ മാർക്ക്? എടാ മാറ ഇവിടുന്ന്. അത് ഞാൻ ഇപ്പം നോക്കിക്കേ. എന്താ എന്താ അവിടെ? അമ്മൂമ്മ കൊച്ചിന് വയ്യ. അയ്യോ, ഒന്ന് സൂക്ഷിക്കണം. എന്താ കൊഞ്ചം ചൂടാ തെരിയത്. ഓ, ചൂടൊന്നുമില്ല. ഇല്ലേ? ഇല്ല. നോക്കട്ട്. ഇത്ര അലമ്പാക്കാനൊന്നുമില്ല, ചെറിയ വയ്യാകേ ഉള്ളൂ. ചെറിയ വയ്യായിക്കുള്ളൂ. ഞങ്ങൾ വല്ല നോക്കട്ടെ, ഞങ്ങൾക്ക് കൺഫേം ചെയ്യണ്ടേ? നീ ഇവിടെ നീങ്ങിരുന്നേ, കഴിയുന്നത്. ആ ശ്വാസം വലി. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത്. നീ ശ്വാസം വലി പാറു. നീ എന്താടാ കാണിക്കണേ? ശ്വാസം വിട്. എടാ, തമാശ കാണിക്കാതെ കാര്യം പറഞ്ഞേ. ഞാൻ അവിടെ തമാശ കാണിക്കണോ? പൾസ് നോക്കിക്കൊണ്ടിരിക്കുക. നിനക്ക് പൾസ് നോക്കാൻ അറിയോ? കാണാനില്ല. പൾസ് കാണുമാ? എങ്ക പോച്ച്? ചേച്ചി, ഇത് പറയാനാണെങ്കിൽ ചൂടൊന്നും ഇല്ല, പക്ഷെ ചെറിയൊരു ചൂടുണ്ട്. അത് ചേട്ടന്റെ കയ്യില് ചൂടാ. നിന്റെ പോലെയാണല്ലോ. എന്റെ പോലെ എന്ത്? അല്ല, നിനക്ക് അലീനയുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാൽ നീ ഇല്ലെന്ന് പറയും. എന്നാ ഒന്നും കൂടെ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാൽ നീ ഉണ്ടോന്ന് പറയും. അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യം എന്തര്? ചില കാര്യങ്ങളൊക്കെ ചില സാഹചര്യത്തിൽ പറയുന്നത് നല്ലതാ. അങ്ങനെ ഇപ്പൊ ചില അല്ല, അലീനയോട് എന്തോ പറയുന്ന കാര്യം നിങ്ങൾ ഈ പറയുന്നത്? ഒന്നുമില്ല അമ്മമ്മേ, നിങ്ങൾ എല്ലാരും പുറത്തോട്ട് പോ, ഞാൻ ഇച്ചിരി നേരം കിടക്കട്ടെ. ആ, എനിക്ക് അപ്പോഴേ തോന്നി ഒന്നുമില്ലെന്ന്. മക്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. എവിടെ പോണ? അടുക്കള പോണോ? എന്നാ ഞാനുണ്ട്. ശരിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല.
എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണോട്ടാ. ചേച്ചിയുടെ അടുത്താ, ചേട്ടന്റെ അടുത്ത്, അമ്മൂമ്മയുടെ അടുത്ത്, ആരെങ്കിലും അടുത്തൊക്കെ പറയണം കേട്ടാ. പറയാതിരിക്കല്ലേ. കിടന്നോ. വീട്ടിൽ ഫോൺ വിളിക്കാൻ സമ്മതിക്കില്ല ആരും. എന്തോ നേരത്തെ വെച്ചപ്പോ എടുക്കാന്ന്. എടുത്തില്ല. ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് എവിടെയെങ്കിലും പോയി കാണും. കനകാന്റെ ഇപ്പൊ ഫോൺ ചോദിക്കും. ഒന്നും കൂടെ വിളിച്ചു നോക്കാം. എടുക്കുന്നില്ലല്ലോ. മക്കളെ പാർവേ. ഹായ് ചിറ്റപ്പ. എന്താ ചിറ്റപ്പ? ഓ എന്താ ഇവിടെ നിന്ന് ഇറങ്ങണത്? അകത്തിരുന്ന് ബോറടിച്ചപ്പോ ഇവിടെ വന്നു. ആണാ? മണി 8:30 ആയില്ല. ഇന്ന് സ്കൂളിൽ പോണ്ടേ? സ്കൂൾ അടുത്തല്ലേ, അതുകൊണ്ട് ഒരു 9:30 ആയിട്ട് പോയാൽ മതി. ആഹാ. ഓ എന്തോന്നടാ മക്കളെ. സുഖമായിട്ടിരിക്കണേപ്പാ. ഓ മക്കളെ നീയാ? പിന്നെ സുഖമായിട്ടിരിക്കണ. വേറെന്തൊക്കെയുണ്ട്? ഇങ്ങനെ ഫോൺ ഇച്ചിരി പൊട്ടയ്ക്ക് വന്നേ. ഓ ഞാനേ കൺമണിയുടെ കോളേജ് വരെ ഒന്ന്. എന്നാ പിന്നെ നിങ്ങളെല്ലാരെയും ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. പെട്ടെന്ന് പോവാന്ന് വിചാരിക്കണ്ട, 2 ദിവസം നിന്നിട്ട് പോയാൽ മതി. ആ അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാത്തത്. എന്താ അങ്ങനെ? അയ്യോ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല മക്കളെ. നിനക്കറിഞ്ഞൂടാ, കടയിൽ ഞാനില്ലെങ്കിലേ ശരിയാവൂല. വേറെ പയ്യന്മാരൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നിന്നില്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നടക്കും. കറക്റ്റാണ്. 25 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ 50 പൈസ മേടിച്ചിട്ടല്ലേ ചിറ്റപ്പം വിടൂ. മക്കളെ കണ്ടേട്ടാ, എത്രയും വേണ്ട. അതുകൊണ്ട് ലച്ചു ആ ഇതോ കാര്യമായിട്ടുള്ള കോളിലാണ്, അതാണ് ഇങ്ങോട്ടും നോക്കാത്തത്. ചേച്ചി ഫോൺ വിളി തുടങ്ങിയ പിന്നെ പരിസരം എഴുതാൻ പറഞ്ഞൂടാ. ആണാ മോളെ? ലച്ചു ഓ ആ ഇപ്പൊ വന്നേ ഉള്ളൂ. വരുമ്പോ വിളിച്ചിട്ട് വരണ്ടേ? വിളിച്ചിട്ട് വരണമെന്ന് വിചാരിച്ചതാണ് മക്കളെ, പക്ഷെ മറന്നുപോയി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഓ സുഖം. ആരൊക്കെയുണ്ട് അവിടെ? അമ്മൂമ്മയുണ്ട്, കനകാന്റി ഉണ്ട്. കനകമുണ്ടല്ലേ? എന്നാ പിന്നെ കനകത്തിന്റെ സ്പെഷ്യൽ ഐറ്റം എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറ കഴിക്കാൻ. ചിറ്റപ്പം വായിട്ടപ്പാ, ആ ഞാൻ എടുക്കാം. മക്കളാ ഓ ഞാൻ വരുന്നില്ല, നിങ്ങൾ വയ്ക്കോ. നിങ്ങൾ പൊക്കോളാനാ? അല്ല ഇന്ന് ക്ലാസ്സിലൊന്നും പോണ്ടേ? ക്ലാസ്സിൽ പോയിക്കോളാം. പൊക്കോളാന്നാ? ഡേയ് സമയം 8:30. ആ ഞാൻ ചോദിച്ചപ്പോൾ അടുത്താണ് സ്കൂളെന്ന് പറഞ്ഞു. സ്കൂൾ അടുത്താന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് റെഡി ആവണ്ടേ? യൂണിഫോം ഒക്കെ ഇടണ്ടേ? യൂണിഫോം ഇട്ടാ മാത്രം മതി. മാത്രം മതിയോ? ബുക്കൊക്കെ ചേച്ചി എടുത്ത് അടുക്കി വെച്ചോ? വെച്ച് കാണൂലെന്ന് എനിക്കറിയാം, ഞാൻ കൊണ്ട് വിടാൻ നിന്നെ. ബാബാ ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ. ഡേ എന്തേ വരുന്നില്ല കുറെ നേരമല്ലേ പറയണം. എന്തൊരു ഉടായ്പുണ്ടല്ലോ, എന്താണ്? ഇല്ല, നിങ്ങൾ പോയിക്കോ, ഞാൻ വരാം. ശരി ഞങ്ങൾ പോക്കോളാം. ചിറ്റപ്പാ ഓ പോവാ. ഓ ചുറ്റപ്പന്റെ ഫോണാണ് അടിക്കണേ? അല്ല ചേച്ചിയാണോ? എന്റെ കയ്യിലിരിക്കുമല്ലേ? എന്റെ കയ്യിൽ ഫോൺ പോലും ഇല്ല, പിന്നെ സാറിന് ഫോൺ അടിക്കണം. ഇത് റോട്ടിൽ കൂടെ പോയ ആർക്കെങ്കിലും ആയിരിക്കും. കൈ നീട്ടിക്ക്. ആ ഫ്രഷ്. അപ്പുറത്തെ കൈ നീട്ടിക്ക്. അതിലും കിണ്ണം. സൂപ്പർ, നമ്മളെ പോലെയൊക്കെ തന്നെ. താടി ഫോണിങ് വിട്. കനയാൻറ്റിയുടെ ഫോണ് അറിയായിരുന്നു എന്തോ ഉടായിപ്പുണ്ടെന്ന്. ഇതുകൊണ്ടാണ് അകത്തേക്ക് ഞങ്ങളുടെ കൂടെ വരാഞ്ഞേ. നിക്കണോക്ക് എന്തേ മിണ്ടാ നിക്കണ? മനസ്സിലാവുന്നുണ്ട് കേട്ടാ. വാ സ്കൂളിൽ പോവാം, നടക്ക്. ഓ മക്കളെ ലച്ചു, ഞാനൊരു 2 ആഴ്ച മുമ്പ് നമ്മളെ സിദ്ധുവിനെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ
വിളിച്ച കാര്യം എന്ന് വെച്ചാൽ നമ്മളെ രാമേഷണ്ണയില്ലേ ആ മുടുക്കിൻ്റെ അവിടെ താമസിക്കുന്നത് പുള്ളിയുടെ മോൻ MBA ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഒരു ജോലി കാര്യത്തിനുണ്ടാണ് വിളിച്ചത്. എല്ലാം സെറ്റാക്കാന്ന് പറഞ്ഞു. ആര്? സിദ്ധു. സിദ്ധു അങ്ങനെ പറഞ്ഞ? പിന്നെ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷം. ഞാൻ പുള്ളിയുടെ അടുത്ത് പറയുകയും ചെയ്തു. ഭയങ്കര സന്തോഷം പുള്ളിക്ക്. ആണല്ലേ? ഞാൻ രമേശന്റെ മോൻ്റെ അടുത്ത് ഒരു കാര്യം പറ, വേറെ വല്ല പണിക്ക് പോയിക്കോളെ. അത് എന്റെ ചിറ്റപ്പ സിദ്ധുവിന്റെ അടുത്ത് പറയാതെ നടപടിയാണോ കേസൊന്നും അല്ല. അയ്യേ മക്കളെ, എനിക്ക് ഉറപ്പ് തന്നടി അവൻ. പക്ഷെ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. എനിക്ക് ഇതേപോലെ കുറെ ഉറപ്പ് തന്നിട്ടുണ്ടേ. എന്തായാലും എനിക്കിപ്പോ ഒരു ഉറപ്പുണ്ട്. ഞാൻ താ പോണു, താ പറഞ്ഞു. മക്കളെ ഇല്ല. എവിടെ പോണു നീ? ഞാൻ സ്കൂളിൽ പോണു. സ്കൂളില്ല. പാറുവിനെ തിരിച്ചു വിളിച്ചോണ്ട് വരാ സ്കൂളിൽ പോണു. അങ്ങനെ തെളിച്ച് പറ. അല്ല എന്ന് നീ അല്ലേ പോണത്? അങ്ങനൊന്നുമില്ല. ലച്ചു പോവും, ചില ദിവസം കനകാൻ്റെ പോവും, അമ്മൂമ്മ പോവും. ഇന്ന് ഞാൻ പോണത്ര. ഞാനിപ്പോ പോവല് ഇച്ചിരി കുറവാ ചിറ്റപ്പാ. ഇവളെയും കൊണ്ട് വരാൻ നേരത്തെ വഴി നീളം മൊത്തം അടിയുണ്ടാക്കി കൊണ്ടുവരേണ്ട വരുന്നേ. അത് മേടിച്ചതാ, ഇത് മേടിച്ചതാ. ആര് മക്കളെ അടി ഉണ്ടാക്കണത്? നീയാണാ പാറുക്കുട്ടിയാണാ? ചിറ്റപ്പാ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം പാറു 1 പറഞ്ഞാൽ ലച്ചു ചേച്ചി 9 പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കൂട്ടത്തല്ലാവും. ഇതൊന്നും ഒഴിഞ്ഞു കൊടുക്കില്ലെന്ന്. ഒന്നും താന്നു കൊടുത്ത പ്രശ്നം കഴിയുള്ളൂ. ആ താന്ന് കൊടുക്കാടാ. താന്ന് കൊടുത്തിട്ട് വേണം തലേ കയറി ഇരുന്ന് നിരങ്ങാൻ. എന്റെ ചിറ്റപ്പ ഇവളുടെ അടുത്ത് തിരിച്ച് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്തരായാലും ഇവിടെ പണ്ട് ലച്ചു ചേച്ചി പൊടി പിടിച്ചു പോലെ വേറെ ആരും പൊടി പിടിച്ചാണ്. വരല്ലേ ചേട്ടാ? പോയി വിളിച്ചോണ്ട് വരാൻ നോക്ക്. ഓ ശരി ശരി, ഞാൻ പോണ്. പക്ഷെ പാറുവിനെക്കാളും ഭേദം പഴയ ശിവാനി തന്നെയാണ്. നീ അത്ര മോശമൊന്നും അല്ലായിരുന്നു. അത് അന്തക്കാലം. എന്തക്കാലം എന്താ കാലമായിരുന്നാലും. കേശുവേട്ടനല്ലേ? ഹായ് കേശുവേട്ടാ. ഹായ്. ചേട്ടാ ഇതാരാന്നറിയോ? ഇതാണ് കുഞ്ഞിപ്പപ്പി. Yes. മോളെ വിളിക്കാൻ വേണ്ടി ചേട്ടൻ സ്കൂളിലേക്ക് വരാൻ ഇറങ്ങുമായിരുന്നു. അപ്പോഴേക്കും ഇങ്ങ് പോന്നു. റോഹന്റെ പപ്പയെ വിളിച്ചു ചോദിച്ചപ്പോ ഇങ്ങോട്ട് വന്നോളാൻ പറഞ്ഞു. പിന്നെ ഒന്ന് വിളിച്ചോളാം. നമ്മുടെ അടുത്തോടെ ഒന്ന് വിളിച്ച് ചോദിക്കായിരുന്നു ഇങ്ങനെ ഒന്നിനെ കൊണ്ടുവരണം. പാപ്പാറു അകത്തോട്ട് എല്ലാരും പരിചയപ്പെടാ. വാ. എങ്ങോട്ട് കയറുണ്ടേ മക്കള്? അപ്പൊ മോള് പറയണത് സിദ്ധു പറഞ്ഞ കാര്യം നടക്കൂലെന്നാണ്. ആ മക്കളെ ഇത്ര പെട്ടെന്ന് എത്തിയാ? ക്യാഷ് ഇപ്പൊ അങ്ങോട്ട് പോയല്ലേ ഉള്ളൂ. അല്ല ഇത് പോണ്ട വന്നില്ല. അതിനു മുമ്പ് വിളിച്ചോണ്ടങ്ങ് വന്ന്. അല്ല ഇതാരാ? ഞാൻ റോഹൻ, പാർവതിയുടെ ബെസ്റ്റ് ഫ്രണ്ടാ. കൊള്ളാല്ല. കുഞ്ഞുപാപ്പ ഇരിക്കി. അല്ല റോഹൻ ഇരിക്കി. പാർവതി ആദ്യം ഇരിക്കി. റോഹൻ അല്ലേ എന്റെ ഗസ്റ്റ്, അതുകൊണ്ട് റോഹൻ ഇരിക്കി. പാർവതി ഇരിക്കി. അതെ കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ടത്. രണ്ടുപേരും ഇങ്ങോട്ട് ഇരുന്നോ. അമ്മുമ്മേ കനകാന്റി ആര് വന്നേക്കണേന്ന് നോക്ക്. എടാ സ്കൂളിൽ വല്ലതൊക്കെ അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കണേ. വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാടാ ഡാഡി എടുത്ത്. ഇതേതാ ഈ കുട്ടി? ഇതാണ് നമ്മുടെ കുഞ്ഞിപ്പപ്പി റോഹൻ. കേസു, അപ്പൊ നീ രണ്ടുപേരെയും സ്കൂളിൽ ഇരുന്ന് കൂട്ടിട്ട് വന്നിയാ? എവിടെ? കേശേട്ടൻ കൂട്ടിട്ട് വന്നല്ല, ഞാൻ കൂട്ടിട്ട് വന്നയാ. അപ്പൊ വീട്ടിൽ മോനെ അന്വേഷിക്കത്തില്ലയോ? പപ്പനെ വിളിച്ചു പറഞ്ഞ്. അല്ല പപ്പേനെ എങ്ങനെ വിളിച്ചു പറഞ്ഞു? ടീച്ചറിന്റെ ഫോണിൽ വിളിച്ചു പറഞ്ഞു. അടിപൊളി. മോനെ നിന്റെ വീട് എവിടെ? എടക്കൊച്ചി. അച്ഛനും അമ്മയൊക്കെ? പപ്പ ഫോട്ടോഗ്രാഫർ, അമ്മ ബാങ്ക്. അമ്മ ബാങ്കാ? ബാങ്കിലായിരിക്കടാ ജോലി. മോൻ എന്താ കുടിക്കാൻ വേണ്ടുന്നേ? കുഞ്ഞുപാപ്പ പാലേ കുടിക്കൂ.
அப்படின்னா ஆண்டி எடுத்துட்டு வரேன். താങ്ക് യു. வெல்கம். ചിക്കുവാവേ, നമുക്ക് 1 മണിക്കൂറേ ഉള്ളൂ. അടിച്ചു പൊളിക്കണ്ടേ? അടിച്ചു പൊളിക്കണ്ടേ? പിന്നെ അടിച്ചു പൊളിക്കണ്ടേ? അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ ഇത്. ബാഗൊക്കെ ഊരി വെച്ചേരെ. ബാഗ് തന്നെ. കേശുവേ, ഇവരിങ്ങനെ നടക്കണ കാണുമ്പോഴേ പണ്ട് നീ അലീനയും കൂടെ ഗേറ്റ് ഒക്കെ കടന്ന് കൈയൊക്കെ പിടിച്ച് ഓടി വന്ന സീൻ, ഇത് വളിച്ച ചിരി. ഇതാണ് ഞങ്ങളുടെ പാറമട. ആണോ? കാണുന്ന പോലെയല്ല, നല്ല ആഴമുണ്ട്. പണ്ടിവിടെ പാറ പൊട്ടിക്കുമായിരുന്നു. ആ സമയത്ത് ഞാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആണോ? ഏത് കാലത്താ വാറു? എപ്പോഴാ മക്കളെ? പാറ ചമക്കാനേ. പിന്നെ വെള്ളം കയറിയപ്പോ ഞങ്ങള് ഫിഷിങ് തുടങ്ങി. പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല. നിന്റെ അത്രയും വലിപ്പമുള്ള മീനെ കിട്ടിയിട്ടുണ്ട് അല്ലേ യേശേട്ടാ? ആണോ യേശേട്ടാ? കണ്ണടച്ചു കൊടുക്കടാ. കിട്ടിയിട്ടുണ്ടാ മക്കളെ? നിന്റെ അത്രയും വലിപ്പമല്ല. അതിനേക്കണ ചേച്ചി ഉണ്ടാ. ഈ ചേച്ചിയുടെ അത്രയും നീളമുള്ള മീനെ കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം നമ്മളിങ്ങനെ നോക്കുമ്പോഴേ ബ്ലൂ വെയിൽ ഇങ്ങനെ കരക്കോട് ഇങ്ങനെ അടുത്തിരിക്കുന്നു. നമ്മൾ തട്ടയും ഇട്ട് കൊടുത്ത് തിരിച്ചങ്ങ് പോയി. പക്ഷെ ഒരിക്കലും ഇതിനകത്ത് ബ്ലൂ വെയിൽ ഉണ്ടോ? പിന്നെ 5-6 ഉണ്ട്. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് കൊറേ ബ്ലൂ വെയിൽ ഉണ്ടെന്ന്. ശരിക്കും ഉണ്ട്. ബ്ലൂ വെയിൽ ഉണ്ടാ? ഇപ്പൊ കാണൂല, ചോറുണ്ണാൻ പോയി കാണും. കേശുവേ, ഇവിടെ നമ്മളെക്കാരും തറയാണല്ലോ. ഉറപ്പല്ലേ? ബാ നമുക്ക് അങ്ങോട്ട് പോവാം. ബാ. ഇനി എന്ത് കൊത്തമ്പിനാറ് കാണിക്കാനാണോ എന്തോ കൊണ്ടുവന്നേ? This is fun. ബാ നോക്കാം. ഫണ്ണി. ഈ ഷെഡാണ് ഞങ്ങളുടെ താവളം. തവളയല്ല, താവളം. താവളം. അവിടെ വെച്ചാണ് ഞാൻ പറഞ്ഞ അടി നടന്നത്. അവിടെ ഇടയ്ക്കൊക്കെ അടി നടക്കാറുണ്ട്. പക്ഷെ അതായിരുന്നു ഏറ്റവും വലിയ അടി. കേശിച്ചനും വലിയ ഫൈറ്ററാ? ആണെന്നാ? പിന്നില്ലേ, കേശൻ ഒരടിക്ക് 5 പേര് താഴെ വീഴും. പിന്നെ അച്ഛൻ 10, പിന്നെ ചേച്ചി 2. ആണോ ചേച്ചി? പിന്നെ 2 പേരെയൊക്കെ എനിക്ക് സിമ്പിൾ ആയിട്ട് തല്ലി താഴെയിടാം. അമ്പോ, ചേച്ചി സൂപ്പറല്ല. ചേച്ചിയുടെ അച്ഛൻ്റെ പേര് മൊട്ടപാലെന്നാണല്ലേ? കൊച്ചെറുക്ക വേണ്ട കേട്ടാ. കളവൻ കേശല്ലേ? അത് കറക്റ്റാ. ചേട്ടൻ ഈ കാണുന്നവരൊന്നും അല്ല. അതെ, ഒട്ടുമല്ല. മക്കളെ, നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അടി കിടക്കൂന്ന്. അങ്ങനെ പണ്ട് ഈ അടിയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ലച്ചേച്ചുണ്ടല്ലോ, കാലെടുത്ത് വീടിന് പുറത്തോട്ട് ഇങ്ങനെ വെച്ചാ പാറമടയിലെ വെള്ളമൊക്കെ ഇങ്ങനെ നടന്ന് കിളികളില്ല ഇങ്ങനെ ബാഹുബലി സിനിമയെ പോലെ തന്നെ പുള്ളിക്കാരന്റെ അമ്മയായിട്ട് വരും. പിള്ളേര് നീ വീട്ടിലേക്ക് വാ, തരാൻ കേട്ടാ. സിസ്റ്റർ ബ്രദർ. അതെ കുഞ്ഞുപാപ്പി, പിന്നീട് കൊറേ കിളി വരും. ദേശാടനൊക്കെ കഴിഞ്ഞ് ഈ വഴിയാ പോവാറ്. ആണോ ചേച്ചി? പിന്നെ എല്ലാം ഈ വഴി ഈ റോട്ടിൽ കൂടി നേർന്നു പോണേ. ഈ റോട്ടിൽ കൂടി ഇങ്ങനെ പോയി ആ പാറമടയിൽ ചെന്ന് കുളിക്കും. എന്നിട്ട് അവിടെ നിന്ന് നേരെ അയ്യപ്പന്റെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് ചന്ദനക്കുറിയൊക്കെ തൊട്ട് പിന്നെ നേരെ വീട്ടിൽ വന്ന് കഞ്ഞിയും പയറൊക്കെ കഴിച്ചിട്ട് വല്ല ഓസ്ട്രേലിയക്കോ റഷ്യക്കോ തിരിച്ചു പറഞ്ഞു. ഈ ചിക്കുവാവൻ ഒരു ഭാഗ്യം. നീ വേണമെങ്കിൽ 2-3 ദിവസം ഇവിടെ നിന്നോ. അച്ഛൻ സമ്മതിക്കൂല. അതൊന്നും കുഴപ്പമില്ല, ഇവിടെ ആർക്ക് വേണമെങ്കിലും വരാം. കേശവന്റെ ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴും വരുമല്ലോ. മക്കളെ, നിന്റെ അച്ഛൻ അല്ല ഐ മീൻ പപ്പ ഇപ്പൊ വരും. ഇവനെ പറഞ്ഞു വിടണ്ടേ അടി? പപ്പ വെയിറ്റ് ചെയ്യും. പപ്പക്ക് പാറുന് ഇഷ്ടാ. പാറു സുന്ദരി എന്ന് എല്ലാരും പറയുന്നത്. കുഞ്ഞു പപ്പി, ഞാൻ എപ്പോഴും പറയത്തില്ലേ എന്നിങ്ങനെ പൊക്കി പറയില്ലെന്ന്? സോറി, ഇറ്റ്സ് ഓക്കെ. കേശേ, ഞാനേ അവളുടെ ചേച്ചിയാണ്. ഒരു ചേച്ചിയെ ഇതൊക്കെ കേട്ട് നിൽക്കുന്നതിന് പരിധിയുണ്ട്. നീ അവളെ കൊണ്ട് അങ്ങ് വന്നാ മതി, ഞാൻ പോണ്. ഞാൻ ചത്ത് ഇവിടെ നിന്ന്. സുന്ദരനും സുന്ദരിയും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം. കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് പോവാം. കുറച്ചേരം ഇവിടെ കഴിഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്ക് സംസാരിക്കാനുള്ള കണ്ടന്റ് ഞാൻ തരാം മക്കളെ. ഈ പാറുവിന്റെ കുറച്ച് കേസ്. ചേട്ടാ, അവന് കേൾക്കാൻ സമയമില്ല. ഓ, ഇപ്പൊ കേൾക്കാൻ സമയമില്ലായിരിക്കും, അടുത്ത വരുമ്പോ കേൾക്കാൻ സമയം ഉണ്ടായിരിക്കുമല്ലോ ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തോളാം, പറയാടാ. 2 പേരും അവിടത്തേക്ക് ഇറങ്ങി വാ. ഞങ്ങള് നടന്നിട്ടൊക്കെ വരാം, നിങ്ങളങ്ങോട്ട് പോ. നടന്നിട്ട് വരാം. 2 പേരും കൂടെ നടന്നിട്ട് വരാനാ? നിങ്ങള് പോയിക്കോ. ഞങ്ങള് പോത്തൊന്നുമില്ല, വേണമെങ്കിൽ അങ്ങോട്ട് ഇച്ചിരി നേരം മാറി നിൽക്കാം. ഞങ്ങളങ്ങ് ഫുള്ള് പോയാലേ വല്ല തേങ്ങാപ്പൂടാന്നും വെച്ച് കാക്ക വലിയ കൊത്തിക്കൊണ്ട് പോകും. വാടാ.
കാറ്റും മേലഞ്ചാറ് അപ്പൂപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. കിന്നാരം ചൊല്ലുന്ന കാറ്റേ, പുന്നാരം ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കിന്നാരം ചൊല്ലുന്ന കാറ്റേ, പുന്നാരം ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. തെന്നലൊരു തേരിൽ പോരുന്നേ, കന്നിവെയിലാടും കുന്നിറങ്ങി വായോ, പുറക്കഥ കേൾക്കാൻ പോരുന്നോ. ഇട്ടണലൊരം വാണി ഇത്തിരി നേരം വാ, മുത്തശ്ശിക്ക് മുക്കുത്തിച്ചേലില് മുത്തം നൽകാൻ വാണി. കിന്നാരം ചൊല്ലുന്ന കാറ്റേ, പൊന്നാരം ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കാറ്റും മേലഞ്ചാറ്, കാറ്റും മേലഞ്ചാറ്. ലച്ചേച്ചേ, കനകാന്റി, അമ്മമ്മ, ചിറ്റപ്പ, കേശേട്ടാ. കാറിന് എന്തിന് വിളിച്ചു കൂവാണ്. നിനക്കൊരു കാര്യം അറിയോ? என்ன என்ன എന്താ പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ, പറ. ഞങ്ങളുടെ സ്കൂളിലെ ബെസ്റ്റ് ഡാൻസർ ആയത്. എടോ, താൻ ഡാൻസ് ഒക്കെ കളിക്കോ? കൊള്ളാലോ. ഞാൻ നിർബന്ധിച്ചപ്പോ പറഞ്ഞ് കളിക്കാന്ന്, നമുക്ക് എല്ലാവർക്കും വേണ്ടി. എന്നാമത് കാണണമല്ലോ, ഒരു ഡാൻസ് കളി നോക്കട്ടെ. മ്യൂസിക്കിൽ കളിക്കും. അത് പോയിന്റ് ആണ്. മ്യൂസിക് ഇല്ലാതെ കൊച്ചിങ്ങനെ ഡാൻസ് കളിക്കും. മ്യൂസിക് ചേട്ടൻ വെച്ച് തരാം. റെഡി, 1 2. സൂപ്പർ സൂപ്പർ, താനും സൂപ്പർ. നീ കൊള്ളാലോടാ. എന്റെ അല്ലേ ഫ്രണ്ട്, എല്ലാരും എന്റെ വീട്ടിലോട്ട് വരണം. എല്ലാരും മോന്റെ വീട്ടിലേക്ക് ഒരു ദിവസം വരാൻ കേട്ടോ. പാറു, നമുക്ക് പടവലത്ത് പോണ്ടേ? പിന്നെ പോണ്ടേ? പാറക്കുട്ടിയെ കുടുംബത്തിന്റെ ചരിത്രം മൊത്തം പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലേ. മുട്ടപാലുവിന്റെ കഥ വരെ പറഞ്ഞു കൊടുത്തു. ആണോ? ആ, എന്റെ പപ്പ വന്ന്. ഞാൻ പോയി നോക്കിട്ട്. കുഞ്ഞുപപ്പ പോവാണോ? കുറച്ചേരം കൂടെ കഴിഞ്ഞിട്ട് പോവാം. ഇല്ല, പപ്പക്ക് എന്തോ എമർജൻസി ഉണ്ട്. അതെ, ഡാൻസ് ഒക്കെ സൂപ്പറായിരുന്നു. പഠിത്തം അങ്ങനെ നന്നായിട്ട് പഠിക്കുമോ മോൻ? ഞാൻ പാറുവിനെക്കാട്ടും പഠിക്കും. പാറു ആ ക്ലാസ്സിൽ ലാസ്റ്റ്. ഞാൻ ലാസ്റ്റ് എന്നൊക്കെയുള്ള സത്യമാ, പക്ഷെ അതിന്റെ തൊട്ട് മേളിൽ ഇവനാ. ഇവര് രണ്ടുപേരും കണക്കാ ചിറ്റപ്പാ. രഹടേ, നിന്റെ പപ്പ പുറത്തു വന്നിക്കണം, നിന്നെ വിളിക്കുന്നുണ്ട്. പോണില്ലേ? ചേട്ടാ ബൈ. ഓ ബൈ. ചേട്ടാ ബൈ. ചേച്ചി ബൈ. ബൈ. അമ്മ ബൈ. ബൈ. ചേച്ചി ബൈ. ബൈ. രോഹൻ, അപ്പൊ നീ ഇപ്പൊ പോറിയാ? പോയിട്ട് വരാ. അമ്മൂമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഞാനേ വലുതാകുമ്പോ പാർവയ്ക്ക് കെട്ടിച്ചേരോ?
പാറുവേ പെട്ടെന്നൊന്നും വേണ്ട, ആലോചിച്ചിട്ട് മതി. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.